നമസ്കാരം. ഒടുവിൽ വഖഫ് ഭൂതം ഒഴിയുന്നു. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന സ്വത്താണ്. വളരെ നിഷ്കളങ്കമായി പറഞ്ഞാൽ അതിലാർക്കും എതിർപ്പില്ല, അതാരും തടയേണ്ടതുമില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസി അവൻ്റെ സ്വത്തുക്കൾ അള്ളാഹുവിന് കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡും വഖഫിനെ സ്വത്ത് ദാനം ചെയ്തവരുമാണ്. അതിൽ മറ്റുള്ളവർക്കൊരു റോളുമില്ല. അതാണ് നിഷ്കളങ്കമായ ഒരു വാദം. എന്നാൽ വഖഫ് നിയമം അങ്ങനെയല്ല പറയുന്നത്. വഖഫ് ബോർഡിൻ്റെ അധികാരം, വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരം അത് നമ്മുടെ സിവിൽ നിയമങ്ങൾക്കൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭൂമിയുടെ മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ, അത് വഖഫ് ട്രിബ്യൂണൽ സ്ഥിരീകരിച്ചാൽ, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളയാൾക്ക് പിന്നെ വഴിയൊന്നുമില്ല, ഇട്ടെറിഞ്ഞു പോവുകയല്ലാതെ. ഹൈക്കോടതികൾക്കോ സുപ്രീം കോടതിക്കോ പോലും അതിൽ കൈവയ്ക്കാൻ അധികാരമില്ല. ആ മാനവ വിരുദ്ധ നിലപാടിനെ, മൗലികാവകാശ ലംഘനത്തെയാണ് പരിഹരിക്കാൻ വഖഫ് ഭേദഗതി നിയമം വഴി കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. വിവാദമായി മുസ്ലിം വിരുദ്ധമായ നിയമം എന്ന തരത്തിൽ അത് കൊട്ടിഘോഷിക്കപ്പെട്ടു. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. മുസ്ലിം വ്യക്തി നിയമങ്ങളിലെ ഭരണഘടനാ വിരുദ്ധമായ പ്രക്രിയകൾക്കെതിരെ നടപടിയെടുത്താൽ അത് സംഘപരിവാറിൻ്റെ മുസ്ലിം വംശഹത്യ നിലപാട് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. മുത്തലാഖിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞതാണ്. മുത്തലാഖ് എന്തായിരുന്നു? ഏതൊരു മുസ്ലിം പുരുഷനും അവൻ്റെ ഭാര്യയെ മതിയായ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ തലാക്ക് 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 എന്ന് 3 വട്ടം ചൊല്ലിയാൽ പുറത്താക്കാം. അങ്ങനെ പുറത്താക്കിക്കൊണ്ടിരുന്ന മുസ്ലിം സ്ത്രീക്ക് അവകാശങ്ങളൊന്നുമില്ല. അത് ക്രിമിനൽ കുറ്റമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വേട്ടയെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ ആ നിയമം നടപ്പിലാക്കിയതിന് ശേഷം ആ നിയമത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്ന തലാക്ക് ചൊല്ലുന്ന കശ്മലന്മാർ, അവരെ ജയിലിലാക്കിയത് അവരുടെ മുസ്ലിം വിശ്വാസികളായ ഭാര്യമാരാണ്, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ അഹങ്കാരം നിറഞ്ഞ തലാക്ക് ചൊല്ലൽ. അവൻ ജയിലിലായി, ഭാര്യ പരാതിപ്പെട്ടു. ഇങ്ങനെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് മുസ്ലിം വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫ് നിയമത്തിലെ ആരുടെ സ്വത്തും അവകാശപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. പ്രതിപക്ഷം ബഹളം വെച്ചപ്പോൾ JPC, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ വെച്ചു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇന്നലെ ഭൂരിപക്ഷത്തോടുകൂടി 14 ഭേദഗതികളോടെ വഖഫ് ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്തു. ഈ 14 ഭേദഗതികൾ കൊണ്ടുവന്നത് ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടി ഘടകങ്ങളാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും തള്ളി. മാധ്യമം ദിനപത്രം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വലിയ വാർത്തയിൽ സങ്കടത്തോടെ അവർ പറയുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന 44 ഭേദഗതികൾ, അതാണ് ഈ വഖഫ് ഭേദഗതി നിയമം. ഈ 44 ഭേദഗതികളിലും പ്രതിപക്ഷ MP-മാർ ഭേദഗതി നിർദ്ദേശിച്ചു. 572 ഭേദഗതികളാണ് നിർദ്ദേശിച്ചത്. മാധ്യമം ഇങ്ങനെ പറയുന്നു, വഖഫ് ഭേദഗതി നിയമത്തെ റിവേഴ്സ് ചെയ്ത് പഴയ നിയമം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 572 നിർദ്ദേശങ്ങൾ കൊടുത്തത്. അത് 572 തള്ളിക്കളഞ്ഞു. ഇവിടെയാണ് കോൺഗ്രസ് അടങ്ങുന്ന രാജ്യത്തെ പ്രതിപക്ഷം മുസ്ലിം സമുദായത്തെ, മുസ്ലിം ജനതയെ വഞ്ചിച്ചു എന്ന് പറയേണ്ടി വരുന്നത്. വാസ്തവത്തിൽ അവരുടെ ജോലി എന്തായിരുന്നു? ഈ ഭേദഗതി നിയമത്തിലെ തികച്ചും മുസ്ലിം വിരുദ്ധമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില നിയമങ്ങളിൽ അവർ നിർദ്ദേശം വെക്കണമായിരുന്നു. അതിനവർ തുനിഞ്ഞില്ല. അവർ ആ നിയമത്തെ തന്നെ അട്ടിമറിക്കാൻ സകല ഭേദഗതികളിലും ഭേദഗതി കൊണ്ടുവന്നു. 572 ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതികളിൽ ഏതെങ്കിലും അംഗീകരിച്ചാൽ ഈ നിയമപരിഷ്കാരത്തിൻ്റെ ഉദ്ദേശശുദ്ധി അട്ടിമറിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭേദഗതികളും തള്ളിക്കളഞ്ഞു. അതേസമയം ഭരണകക്ഷിയിൽപ്പെട്ട MP-മാർ കൊണ്ടുവന്ന ചില ഭേദഗതികൾ വളരെ ശ്രദ്ധേയമായ ഭേദഗതികളാണ്. ആ ഭേദഗതികൾ 14 അംഗീകരിച്ചു. ഒന്ന്, ഈ പുതിയ നിയമം അനുസരിച്ച് തർക്കഭൂമിയെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കളക്ടറായിരുന്നു. ഈ കളക്ടർ പരമാധികാരിയായാൽ കുഴപ്പമുണ്ടാകും എന്നതുകൊണ്ട് അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു വഖഫ് ഓഫീസറെ നിയമിക്കാൻ അധികാരം കൊടുത്തു. ആ ഓഫീസറായിരിക്കും തീരുമാനിക്കേണ്ടത്, കളക്ടറാവില്ല. വളരെ ഗുണപ്രദമായ ഒരു പരിഷ്കാരമാണത്. മറ്റൊന്ന്, തർക്കമില്ലാത്ത വഖഫ് ഭൂമികൾ, സർക്കാരിനോ നാട്ടുകാർക്കോ തർക്കമില്ലാത്ത വഖഫ് ഭൂമികൾ, അവയെ ഒഴിവാക്കണം. വിവാദങ്ങൾ അതിലേക്ക് പോവരുത്. ഇതുവരെയുള്ള തർക്കമുള്ള ഭൂമികളെക്കുറിച്ച് മാത്രമേ ചർച്ചയാകാമോ, പരിഗണിക്കാവൂ.
തർക്കമില്ലാത്ത വഖഫ് ഭൂമികൾ, ഇപ്പം ഒരു സാധാരണ മുസ്ലിം വിശ്വാസി അവൻ്റെ സ്വത്ത് വഖഫ് ചെയ്തിരിക്കുന്നു, അത് വഖഫ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർക്കും തർക്കമില്ല. ആ തർക്കമില്ലാത്ത ഭൂമിയുടെ പുറകെ പോവരുത്. ഏറ്റവും ഫലപ്രദമായ ഗുണപ്രദമായ ഒരു പരിഷ്കാരം. അതേസമയം ഈ വഖഫ് ഭൂമികളെല്ലാം നിശ്ചിത കാലയളവിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതൊരു ഭേദഗതിയായി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. 6 മാസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ട്രിബ്യൂണലിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ അതിനുശേഷമാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സാങ്കേതിക കുരുക്കിൽപ്പെടുത്തി വഖഫിൻ്റെ അന്തസ്സ് നശിപ്പിക്കുന്ന നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള 14 നിർദ്ദേശങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവയൊക്കെ ഒരുപക്ഷെ മോദി സർക്കാർ ഉൾപ്പെടുത്തുമായിരിക്കും. കാരണം ഈ എംപിമാരുടെ ഭൂരിപക്ഷം പേർ നിർദ്ദേശിച്ചതാണ്. ഇവിടെയാണ് പ്രതിപക്ഷത്തിന്റെ വഞ്ചന വ്യക്തമാകുന്നത്. പ്രതിപക്ഷം ഇടപെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സെൻട്രൽ വഖഫ് കൗൺസിൽ, അതാണ് ഏറ്റവും വലിയ ബോഡി. സെൻട്രൽ വഖഫ് കൗൺസിലിൽ 3 എംപിമാർ, 2 റിട്ടയർഡ് ജഡ്ജിമാർ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയ കുറച്ചുപേരെ ഉൾപ്പെടുത്താൻ നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുസ്ലിമുകളാവണമെന്ന് നിർബന്ധമില്ല. ഇത് കുഴപ്പമാവും. കാരണം വഖഫ് ഭൂമി കൈകാര്യം ചെയ്യാൻ വഖഫ് ബോർഡിൽ, വഖഫ് കൗൺസിലിൽ തീരുമാനിക്കേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാവണം. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന് പറയേണ്ടതാണ്. കാരണം അത് അവരുടെ ഭൂമിയുടെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, അപ്പീൽ അധികാരം കൊടുക്കുന്നുണ്ട്. വഖഫിൻ്റെ ഒരു തീരുമാനത്തിനെതിരെ മേൽക്കോടതികളെ സമീപിക്കാം, ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന സാഹചര്യമുണ്ട്. വഖഫിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ വയ്ക്കാൻ അനുമതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ ഈ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലുമൊക്കെ അമുസ്ലിമുകളുടെ പ്രാതിനിധ്യം എതിർക്കപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാവാം. ചിലർ ചോദിക്കുന്നുണ്ട്, അമുസ്ലിമുകളുടെ സ്വത്തിനെ കുറിച്ചാണല്ലോ തർക്കം പലപ്പോഴും ഉണ്ടാവുന്നത്, അത് അവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനാണല്ലോ സിവിൽ കോടതികളുള്ളത്. അതിനാണ് വഖഫ് ഓഫീസർ ഉള്ളത്. ആ വഖഫ് ഓഫീസർ ആരുമാവാം. അത്തരം ചില ഉപാധികൾ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ അമുസ്ലിമുകളുടെ സ്വത്തുക്കൾ തർക്ക വിഷയത്തിൽ വരാറുണ്ടെങ്കിലും 90% എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഈ വഖഫ് സ്വത്തായി വരുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളാണ്. പിന്നെ പഴയ കാലത്തെ സ്വത്തുക്കളെ കുറിച്ചാണ് തർക്കം. അത് ഈ വഖഫ് ഭേദഗതി നിയമത്തോടെ പരിഹരിക്കപ്പെടും. 1500 വർഷം മുമ്പ് ഏതോ ഒരു ഭരണാധികാരി തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാർ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് വിവാദമാവേണ്ട കാര്യമില്ല. അന്ന് മുതലേ വഖഫ് ആണെങ്കിൽ തുടരട്ടെ. പിന്നീട് ITC ഹോട്ടൽ ഇരിക്കുന്നത്, ഇൻഫോസിസ് ഇരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ ഓഫീസ് ഇരിക്കുന്നിടത്തൊക്കെ ഇപ്പോൾ തർക്കവുമായി വന്നാൽ അത് തള്ളിക്കളയാനുള്ള വകുപ്പ് പുതിയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ മുസ്ലിം സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നിയമമായി ഇത് മാറുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യണം. ഇതിനൊരു മറുചോദ്യമുണ്ട്, എപ്പോഴും പലരും ചോദിക്കുന്നതാണ്, ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവർ വയ്ക്കുമോ? ഈ CPM-കാർ ഭരിക്കുമ്പോൾ പോലും ദേവസ്വം ബോർഡിലേക്ക് ഒരു മെമ്പറെ, MLA-യെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഹിന്ദു വിശ്വാസിയാണ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില വകുപ്പുകൾ മാറ്റേണ്ടതുണ്ട്. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചായിരുന്നെങ്കിലും മാറുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്തത് എന്താണ്? ആ നിയമ ഭേദഗതിയെ തന്നെ അട്ടിമറിക്കുക, അങ്ങനെ എല്ലാ ഭേദഗതി ചെയ്യുക എന്ന് വന്നപ്പോൾ ഈ മുസ്ലിം വിരുദ്ധമായ വകുപ്പുകളും തള്ളിക്കളയേണ്ട സാഹചര്യമുണ്ടായി. ഇവിടെയാണ് പ്രതിപക്ഷം മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു എന്ന് പറയുന്നത്. ഒരു നിയമം ഒരു സർക്കാർ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമുണ്ട്, അവരത് പാസ്സാക്കിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് കാര്യക്ഷമമായിരിക്കണം, ക്രിയാത്മകമായാവണം, അല്ലെങ്കിൽ ആ നിയമം തള്ളിപ്പോകും എന്ന് തിരിച്ചറിയും. ഇവർക്കറിയാം ഇത് പാസ്സാക്കിയെടുക്കുമെന്ന്. അടുത്ത ആഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും. ഈ ഫെബ്രുവരിയിൽ തന്നെ ഇത് പാസ്സാക്കിയെടുക്കും, ഇത് നടപ്പിലാക്കും. ഇത് പ്രതിപക്ഷത്തിനറിയാം. അവർക്ക് മുസ്ലിം സമുദായത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ ജനവിരുദ്ധമായ വകുപ്പുകളിൽ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമായിരുന്നു. ഇത് മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇരകൾ വാസ്തവത്തിൽ മുസ്ലിമുകളാണ്. എന്തായാലും വഖഫ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു ദുർഭൂതമായി വളർന്നിരുന്നു. ഈ വഖഫ് നിയമത്തിലെ കുഴപ്പം കൊണ്ട് അതിന് പരിഹാരമുണ്ടാവുന്നു. അതിൻ്റെ പ്രതിഫലനം മുനമ്പത്തുണ്ടായി. മുനമ്പത്ത് ഇന്നലെ ലഡു വിതരണം ചെയ്താണ് നാട്ടുകാർ ആഘോഷിച്ചത്. കാരണം അവരുടെ മുമ്പിലെ ഒരു വലിയ തലവേദന ഒഴിഞ്ഞു പോയിരിക്കുന്നു. നിയമം പാസ്സായാൽ മുനമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്മീഷനൊക്കെ എന്ത് അധികാരമെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഒരധികാരവുമില്ല, അവർ ഇരുട്ടിൽ തപ്പുകയാണ്. എന്നാൽ വഖഫ് ഭേദഗതി നിയമം പാസ്സായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എവിടെയെല്ലാം ഇങ്ങനെ മെറിറ്റോടുകൂടി ആളുകൾ ഈ വഖഫ് നിയമത്തിൻ്റെ ഇരകളാകുന്നു, അവരൊക്കെ സന്തുഷ്ടരാണ്. ഈ സന്തുഷ്ടരായിരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. കാരണം വഖഫ് സ്വത്തുക്കൾ പലതും കൈകാര്യം ചെയ്ത് തർക്കത്തിൽ വന്നിരിക്കുന്നത് മുസ്ലിമുകളുടെ കയ്യിലുള്ളതാണ്. ഇത് ഒരു മുസ്ലിം വിരുദ്ധ സംഭവമല്ല. മുത്തലാഖ് പോലെ തന്നെ
മുത്തലാഖ് പാസ്സാക്കിയപ്പോൾ ഗുണം ചെയ്തത് മുസ്ലിം സ്ത്രീകൾക്കാണ്. വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ ഗുണം ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. മുനമ്പം പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അമുസ്ലിമുകൾക്ക് ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. എന്തായാലും മോദി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല.